ആദ്യകാലങ്ങളിലൊക്കെ പെൺകുട്ടികൾക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം നടന്നില്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഉള്ളിൽ ഒരു തീയാണ്. അപ്പൊ അന്ന് അമ്മമാര് പറയും, എടീ ദേ നിന്റെ ചേച്ചിയുടെ വിവാഹം ദേ ഈ പ്രായത്തായിരുന്നു, നീ ദേ ഇപ്പൊ ഒരു വയസ്സും കൂടി കഴിഞ്ഞു എന്നുള്ളൊരു പേടിയാണ്. അന്നത്തെ കാലത്തെ ആൺകുട്ടികളുടെ അമ്മമാര് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അവർക്കടെ മക്കൾക്ക് ഒരു 29ഓ 30ഓ വയസ്സൊക്കെ കഴിഞ്ഞാലും വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ അവര് പറയും, ആ ആൺകുട്ടി ആയതുകൊണ്ട് സമാധാനം ഉണ്ട്, അവന് എന്നായാലും പെണ്ണ് കിട്ടും എന്നുള്ളൊരു രീതിയിലാണ് സംസാരിക്കാറ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആളുകൾ പറയുന്നത്, അമ്മമാര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ ചെക്കന് 10, 28 വയസ്സായി, കല്യാണം ആയിട്ടില്ല എന്ന്. ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞാൽ ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടാനേ ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ 30 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ ഒരുപാടുണ്ട് കല്യാണം കഴിക്കാത്തത്. ആ അച്ഛനമ്മയ്ക്കൊന്നും അത്രയും ടെൻഷൻ ഇല്ല. കാരണം എന്താണ് എന്ന് മനസ്സിലാകണമില്ല. കാരണം അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കത് ചിന്തിച്ചപ്പോ മനസ്സിലായത്, പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ ഒറ്റയ്ക്ക് നിന്നാലും ജീവിക്കും എന്നുള്ളൊരു രീതി അവരുടെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട്. ആൺകുട്ടികളുടെ അമ്മമാര് അതുപോലെ തന്നെ ചിന്തിക്കാത്തത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ അവര് വിചാരിക്കുന്നത് ഒറ്റയ്ക്ക് ഇപ്പം നിന്ന് ജീവിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരിക്കുമോ, അതെനിക്കറിയില്ല. ചിലപ്പോ അങ്ങനെ നിൽക്കുന്നവരും ഉണ്ട്. പക്ഷെ എന്നാലും ആൺകുട്ടികളുടെ അമ്മമാരാണ് ഇപ്പൊ പെൺകുട്ടികളുടെ അമ്മമാരേലും കൂടുതൽ ആദ്യ പിടിക്കുന്നത് വിവാഹം നടക്കാഞ്ഞിട്ട്. എനിക്ക് തോന്നിയൊരു കാര്യമാണ് ട്ടോ. ശരിയാണോ?